കർണാടക പോലീസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാൾ DGP റാങ്കിലിരിക്കെ സസ്പെൻഷനിലായിരിക്കുന്നു. സിവിൽ റൈറ്റ്സ് എൻഫോഴ്സ്മെന്റ് വിഭാഗം DGP കെ രാമചന്ദ്ര റാവുവിനെതിരെയാണ് ഇപ്പോൾ കർണാടക സർക്കാരിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഔദ്യോഗിക പദവിയിലിരിക്കെ സ്വന്തം ചേംബറിൽ വെച്ച് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ആരാണ് രാമചന്ദ്ര റാവു? എന്തൊക്കെയാണ് അദ്ദേഹത്തിന് നേരെ ഉയർന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2026 ജനുവരി 20-നാണ് കർണാടക സർക്കാർ രാമചന്ദ്ര റാവുവിനെ സസ്പെൻഡ് ചെയ്തത്. ഔദ്യോഗിക പദവിയിലിരിക്കെ സ്വന്തം ചേംബറിൽ വെച്ച് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് കർണാടക സർക്കാർ നടപടിയിലേക്ക് കടന്നത്. ഏകദേശം 47 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇവ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും പ്രചരിച്ചതോടെയാണ് സംഭവം വിവാദമായത്. ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക ചേംബറിൽ വെച്ച് ഒന്നിലധികം സ്ത്രീകളോട് മോശമായ രീതിയിൽ പെരുമാറുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. പല ദൃശ്യങ്ങളിലും അദ്ദേഹം തന്റെ ഔദ്യോഗിക യൂണിഫോമിലാണുള്ളത്. ജോലി സമയത്ത് ഓഫീസിനുള്ളിൽ വെച്ച് സ്ത്രീകളെ ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതുമായ ദൃശ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. വ്യത്യസ്ത സമയങ്ങളിൽ പകർത്തിയ ക്ലിപ്പുകളുടെ ഒരു സമാഹാരമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. യൂണിഫോം ധരിച്ചിരിക്കെ ഓഫീസിനുള്ളിൽ ഇത്തരം പ്രവൃത്തികൾ നടന്നത് സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കിയതോടെയാണ് നടപടിക്ക് വേഗം കൂടിയത്. എന്നാൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും 8 വർഷം മുമ്പ് ബലഗാവിയിൽ ജോലി ചെയ്തിരുന്ന കാലത്തെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് AI സഹായത്തോടെ നിർമ്മിച്ച ഡീപ് ഫേക്ക് വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നുമാണ് റാവുവിന്റെ വാദം. പക്ഷേ പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. രാമചന്ദ്ര റാവുവിന്റെ കരിയറിൽ ആദ്യമായല്ല അദ്ദേഹം വിവാദങ്ങളിൽ ഉൾപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സർവീസ് ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളിൽ ഒന്നാണ് 2014-ലെ ബസ് റെയ്ഡ് വിവാദം. അന്ന് സദേൺ റേഞ്ച് IG ആയിരുന്നു അദ്ദേഹം. അക്കാലത്ത് മൈസൂരുവിനടുത്ത് വെച്ച് കേരളത്തിലേക്കുള്ള ഒരു സ്വകാര്യ ബസ് പോലീസ് തടഞ്ഞു. ബസ്സിൽ നിന്ന് 20 ലക്ഷം രൂപ പിടിച്ചെടുത്തതായി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പോലീസ് രേഖകളിൽ ചേർത്തതിന്റെ 10 ഇരട്ടി പണം പോലീസ് പിടിച്ചെടുത്തിരുന്നു എന്നാണ് ബസ്സിലുണ്ടായിരുന്നവർ പറഞ്ഞത്. ബസ്സിൽ 2.27 കോടി രൂപ ഉണ്ടായിരുന്നുവെന്നും ബാക്കി തുക ഉദ്യോഗസ്ഥർ ചേർന്ന് തട്ടിയെടുക്കുകയായിരുന്നു എന്നും ആരോപിച്ച് ബസ്സിലുണ്ടായിരുന്ന വ്യാപാരികൾ രംഗത്ത് വന്നു. പിന്നീട് CID നടത്തിയ അന്വേഷണത്തിൽ ഇത് സത്യമാണെന്ന് തെളിയുകയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്തു. ഈ കേസിൽ രാമചന്ദ്ര റാവുവിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായതായും CID അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കീഴുദ്യോഗസ്ഥർ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് വിവരം ലഭിച്ചിട്ടും അത് മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിനെതിരെയുള്ള കണ്ടെത്തൽ. ഇതിന്റെ പേരിൽ അന്ന് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിക്കുകയും ചെയ്തു. രാമചന്ദ്ര റാവുവിന്റെ പേരിലുണ്ടായ മറ്റൊരു വിവാദം അദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസായിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു ഈ സംഭവം. അദ്ദേഹത്തിന്റെ മകളും നടിയുമായ രന്യ റാവു ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് 14.2 കിലോ സ്വർണവുമായി DRIയുടെ പിടിയിലായി. അച്ഛന്റെ ഉന്നത പദവി ദുരുപയോഗം ചെയ്ത് വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനകൾ മറികടക്കാൻ രന്യ ശ്രമിച്ചു എന്നായിരുന്നു ആരോപണം. റാവുവിന്റെ ഓഫീസിലെ ഒരു കോൺസ്റ്റബിൾ ഇതിനായി വഴിവിട്ട സഹായങ്ങൾ നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായി. മകളുടെ പ്രവൃത്തികളിൽ തനിക്ക് അറിവില്ലെന്നും വർഷങ്ങളായി തങ്ങളുമായി അവർക്ക് ബന്ധമില്ലെന്നുമായിരുന്നു അന്ന് റാവു ഇതിനോട് പ്രതികരിച്ചത്. എങ്കിലും ഈ സംഭവത്തെ തുടർന്ന് അദ്ദേഹത്തെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇത്തരത്തിൽ പണം തട്ടിപ്പ് ആരോപണം മുതൽ സ്വർണ്ണക്കടത്ത് വരെയും ഇപ്പോൾ അശ്ലീല വീഡിയോ വിവാദം വരെയും നീളുന്നതാണ് രാമചന്ദ്ര റാവുവിന്റെ കരിയർ. പലപ്പോഴും ഉന്നത സ്വാധീനം ഉപയോഗിച്ച് ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ പുതിയ വിവാദത്തിൽ നിന്നും അദ്ദേഹത്തിന് എളുപ്പം ഊരിപ്പോരാനാകില്ലെന്നാണ് വിലയിരുത്തൽ. നിയമത്തിന് മുന്നിൽ DGP എന്നത് വെറും ഒരു പദവി മാത്രമാണെന്നാണ് ഈ നടപടിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയത്.